ഗേൾസിൻ്റെ ഇന്നർ 7 to 8 ഇയേഴ്സ് 4 പീസസ്. നമ്മൾ പ്രതീക്ഷിച്ച ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇത് ഓക്കെയാണ്. ടെമുവിൻ്റെ പ്രോഡക്റ്റ്സാണ് നമ്മളിന്ന് അത് ബോയ്സിൻ്റെ ആണ്. 1 2 3 4. ഇതിൻ്റെ വില വിവരങ്ങൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ ഞങ്ങൾക്ക് എത്ര രൂപയായി എന്നുള്ളത് കമൻ്റായിട്ട് റിപ്ലൈ ചെയ്യാം. ഇത് വിൻ്റർ ഡ്രസ്സാണ് ഗേൾസിനുള്ളത്. പക്ഷേ ഇതിന് ഞങ്ങൾ പ്രതീക്ഷിച്ച് കാണുമ്പോൾ വലിയ ക്വാളിറ്റി തോന്നുമെങ്കിലും അത്ര കോംഫി ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. പിന്നെ സൈസും കുറച്ച് ചെറുതായതുകൊണ്ട് ഞങ്ങളിത് റിട്ടേൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 7 to 8 ഇയേഴ്സിന് എടുത്തെങ്കിലും ഒരു 4 വയസ്സിനുള്ള സൈസേ ഉള്ളത്. അത് ഗേൾസിൻ്റെ ആയിരുന്നു. ഇത് ബോയ്സിൻ്റെയാണ്. ഇത് 4 വയസ്സിൻ്റെയാണ്. പക്ഷെ മെറ്റീരിയൽ ഒരു ഡ്രൈയും നമ്മൾ കാണുന്നത്ര തിക്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഒരു പേപ്പർ പോലെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര ഡ്രൈയും ഫീൽ ചെയ്യുന്നു, ഒരു പഴക്കമുള്ളതുപോലെ. കാണുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില അറിയാനായിട്ട് ഇത് റിട്ടേൺ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഫോട്ടോയിൽ കാണും പോലെ അതൊന്നുമല്ല നമുക്ക് മെറ്റീരിയൽ കയ്യിൽ കിട്ടുമ്പോൾ. ഇത് ഗേൾസിൻ്റെയാണ്, 7-8 വയസ്സിനുള്ളത്. പക്ഷെ ഞങ്ങളിതിൽ ആദ്യം ഓക്കെ. ഇതും അതുപോലെ എല്ലാ മെറ്റീരിയലും ഭയങ്കര ഒരു തിന്നും ഡ്രൈവായിട്ട് ഭയങ്കര ഒരു സുഖകരമല്ല, ഒരു സുഖകരമായിട്ട് മെറ്റീരിയലല്ല. മാത്രമല്ലാണ്ട് ഇതിലൊക്കെ ഇങ്ങനെ നൂല് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അൺബോക്സ് ചെയ്ത് തുടക്കത്തിൽ തന്നെ നൂല് അവിടെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചിലപ്പോൾ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ടാണ് ഡ്രസ്സ് ടെമൂന്ന് മേടിക്കുന്നത്. അപ്പോൾ അത് ആ ഗേൾസ് വിൻ്റർ വെയറിൻ്റെ കൂടെയുള്ള ഇതായിരുന്നു, ബെൽറ്റായിരുന്നു. ഇത് കുട്ടികളുടെ വാച്ചാണ്. ഇത് ഓക്കെയാണ്, ഈ വിലയ്ക്ക് ഓക്കെയാണ്. ഇപ്പം വില ഇപ്പോൾ എല്ലാം കൂടെ പറയണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ വില ആവശ്യമുള്ളവർ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. ഇത് മാസ്കിങ് ടൈപ്പാണ്. നമുക്ക് ഡ്രോയിങ്ങിന് പെയിൻറ്റിങ്ങിനൊക്കെ ഉള്ള സമയത്തുള്ള മാസ്കിങ് ടൈപ്പാണ്. പിന്നെ ഇത് വന്നിട്ട് DIY ചെറിയ കാര്യങ്ങൾക്കുള്ള ഫോൾസിപ്സാണ്, കുഴപ്പമില്ല. ഇത് കോമ്പ്. പിന്നെ ഇത് ബോയ്സിനുള്ള വാച്ച്. ഇതൊക്കെ തീരെ വെയിറ്റ് കുറവാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇത് ഊരണമെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നീട് വർക്ക് ചെയ്ത് നോക്കാം. ഇത് കീ ചെയിനാണ്. പക്ഷേ ഇത് പ്രതീക്ഷിച്ച സൈസ് ഇല്ല, കുറച്ചുകൂടെ വലുതായിട്ടാണ് നമുക്ക് ഫോട്ടോയിൽ കണ്ടത്. അടുത്തത് കീ ചെയിൻ. നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. ഇതും സൈസ് ഫോട്ടോയിൽ കാണുമ്പോൾ ഉള്ള സൈസല്ല. ഇവ ഞങ്ങൾ റിവ്യൂവിലുള്ള ഫോട്ടോ ഇതിൽ പോലും അതിന് വലുതായിട്ടാണ് കണ്ടത്. ഞങ്ങൾ കിട്ടിയത് അതിൽ തീരെ ചെറുതാണ്. ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ ഇത് നമ്മൾ ഈ ക്രോഷറ്റ് ചെയ്യുമല്ലോ, ക്രോഷറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡ്, അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റിങ്ങാണത്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഇത് ബോട്ടിൽസൊക്കെ വാഷ് ചെയ്യാനുള്ള ബ്രഷാണ്. ഇത് വരുന്നത് 2 4 6 8 10 എണ്ണം വരുന്ന ഒരു സെറ്റ്. പിന്നെ സ്റ്റിക്കറുകളാണ്. സ്റ്റിക്കർ,
വാഷി പേപ്പർ, ടേപ്പാണ്, വാഷി ടേപ്പ്. പിന്നെ ക്ലേ വാർണിഷ്, ഇതൊക്കെ DIY സാധനങ്ങൾ ചെയ്യുമ്പോൾ സൂപ്പർ ഗ്ലോസി, അതിൻ്റെ ബ്രഷ്, ഇത് ഫൈബർ ഫിൽ, ക്രോഷറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട്. ഇത്രയൊക്കെയാണുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് നമുക്ക് കമൻറ്റിൽ അനുസരിച്ചിട്ട് അതിന് റീപ്ലൈ ആയിട്ട് ഇടാം. ഇനിയും ടെമു അൺബോക്സിങ് വീഡിയോകളും ഉണ്ടാകും. അപ്പോൾ കമൻ്റ് അനുസരിച്ച് പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അത് ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇന്നർ വെയർ മെറ്റീരിയൽ, ബനിയൻ മെറ്റീരിയൽസൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന ഇങ്ങനെയുള്ള കുറച്ച് നമുക്ക് വലിയ പ്രീമിയം എന്ന് തോന്നും കണ്ട, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇപ്പോൾ ഇത് വീഡിയോയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സംഭവം നമുക്ക് തൊടുമ്പം ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് റഫ് മെറ്റീരിയലാണ്, റഫ് തിന്നാണ്, ഡ്രൈ ആണ്, ഭയങ്കര ഡ്രൈ ഫീൽ, കൈ പെട്ടെന്ന് നമ്മളെ സ്കിൻ ഡ്രൈ ആയി പോകുന്നത് തോന്നും. അപ്പം അങ്ങനൊരു അതായത് കുറഞ്ഞ ഒരു 300 രൂപയ്ക്കൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ 1.5 BD ആ ഒരു എമൗണ്ടിനൊക്കെ ഓക്കെയാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ മേടിച്ച സാധനം ഇപ്പോൾ മൊബൈലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്റ്റാൻഡാണ്. അത് വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ഹൈ ഗ്രേഡ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. അത്യാവശ്യം നല്ലതാണ്. ഇത് ഡെസ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർഫസിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് ഫോൺ വയ്ക്കാനുള്ളത്. പിന്നെ അതിൻ്റെ മൊബൈൽ വയ്ക്കുന്ന സ്റ്റാൻഡ് ഇതാണ്. ഇത് ഇവിടെ ഇവിടെയാണ് വരുന്നത്. അതിവിടെ ലൂസും ടൈറ്റും ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനകത്തോട്ട് വയ്ക്കുന്നു. അതുപോലെ ഇത് ഇവിടെയും ലൂസാക്കിയിട്ട് വയ്ക്കാം. അപ്പം ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം മൊബൈലിൻ്റെ ഇത്. അതുപോലെ ആ ഡെസ്കിൻ്റെ ഭാഗത്ത് വരുന്ന ഇവിടെയും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ഈ വീഡിയോയിൽ നമുക്കിതിൻ്റെ എല്ലാം വില നമുക്ക് കമൻറ്റിൽ അറിയിച്ചാൽ, ഏത് പ്രോഡക്റ്റിൻ്റെ തന്നെ വില അറിയേണ്ടതെന്ന് കമൻറ്റിൽ അറിയിച്ചാൽ വില കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് ഇടാം. ഇത് ഓക്കെ, ഈ പ്രോഡക്റ്റ് ഓക്കെയാണ്.